പാലക്കാട് ഫ്ലവർ ഷോയുടെ എപ്പിസോഡാണിത്. ഫ്ലവർ ഷോ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് മിസ്റ്റൊക്കെ ഇട്ട് അവർ ഈ റൂം തന്നെ നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഫ്ലവർ ഷോയ്ക്ക് വരാറുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. വെളിയിൽ അത്രയും ചൂടായതുകൊണ്ടായിരിക്കും അവരുള്ളിലൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണുള്ളത്. ഈവനിങ് ടൈം ഒരു 6 to 10 ആണ് ഇവരുടെ ടൈമിങ്. അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. കുറച്ച് നമുക്ക് പറ്റുന്നതൊന്ന് കണ്ടുപോവാം. മിസ്റ്റും കൂടി ഉള്ളത് കൊണ്ടേ നല്ല എഫക്റ്റ് ഉള്ളത്. നമ്മളെ ക്രിസാന്തമം ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സിലാണ് എല്ലാം ഒരുമിച്ച് ലെയർ ചെയ്ത് എടുത്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ടുണ്ട് കാണുമ്പോൾ. ചെറിയൊരു വയലറ്റ് ഷെയ്ഡും അതിൻ്റെ കൂടെ ഒരു ചെറിയ ഐവറി കളറും കൂടി ആകുമ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ ചെറിയ ഫ്ലവേഴ്സ് എന്താ വളരെ ചെറിയ ഫ്ലവേഴ്സ് അതിൻ്റെ തന്നെ. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കിനി ഉള്ളിൽ കുറച്ച് കവർ ചെയ്യാനുണ്ട്. നമുക്കുള്ളിലേക്ക് കവർ ചെയ്ത് പോകാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോക്കെ തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യം നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. ലൈറ്റ് ജമന്തിയാണ്. ഇവിടെ എല്ലാം മഞ്ഞുകൊണ്ടില്ലേ, നമ്മൾ മഴ നനയുന്ന പോലെ തന്നെ ഉണ്ട്. നമ്മുടെ പഴയ ഡെയ്സി ഫ്ലവർ ആണ്. അതിൻ്റെ തന്നെ മൾട്ടിപ്പറ്റൽ. ഇതൊക്കെ പഴയതായി ഓൾഡ് ഫാഷനായി വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. മൾട്ടിപ്പറ്റലാണിത്. മുമ്പൊക്കെ സിംഗിൾ പെറ്റലാണ് കണ്ടിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി കളറ്. ഇത് ഫുള്ള് വെറൈറ്റി റോസസ് മാത്രമുള്ള കളക്ഷനാണ്. നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റിലാണ് ഇതിൻ്റെ എല്ലാം ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലും നല്ല സ്പേസ് കുറവായി കാണുന്ന പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മഴയെ കുളിച്ചാണ്. നമ്മളെല്ലാം ഊട്ടിയിൽ കുന്നൂരൊക്കെ മഴ സമയത്ത് പോയ പോലെയാണ് ഇതിപ്പോൾ. ഇതൊക്കെ ചൈനീസ് ബോൾസത്തിൻ്റെ വെറൈറ്റി. അതിൻ്റെ കൂടെ ബിഗോണിയ പല ടൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ. എത്ര ചെറിയതാണ്. നമ്മളത് വീടുകളിൽ വെക്കുമ്പോൾ അത്ര ഭംഗി തോന്നില്ല. അത് ഒന്നായി അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം ചൈനീസ് ബോൾസത്തിൻ്റെ വെറൈറ്റികളാണ്. നമ്മുടെ തെച്ചിപ്പൂവാണ് കണ്ട, ഹിബിസ്കസ്. അതിൻ്റെ വെറൈറ്റി. ഇത് നമ്മുടെ ഹെക്സോറയാണ് കേട്ടോ. ഞാൻ ഹെബിസ്കസ് തെറ്റി പറഞ്ഞതാണ്. നമുക്ക് സാധാരണ എപ്പോഴും വായി വരുന്നതായതുകൊണ്ട് ഇതിൻ്റെ തന്നെ വൈറ്റിലൊക്കെ ഉള്ള വെറൈറ്റീസാണ് ഇത് കാണുന്നത്. ഒരു യെല്ലോ ഉണ്ട്. ഇതൊക്കെ സാധാരണ കാണുന്നതാണ്. എന്നാലും ഇവിടെ ഒരു രസമുണ്ട്. പേരെന്താന്ന് അറിയില്ലല്ലോ. ഇത് നമ്മുടെ കണിക്കൊന്നയുടെ വെറൈറ്റിയിൽ ചെറിയ ടൈപ്പ് കേട്ടോ. ലീഫ് പെറ്റൽസ് ഒക്കെ കണിക്കൊന്നയാണ്. കോളം അല്ല, പക്ഷേ ഒരു ക്രീപ്പർ പോലത്തെ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെയല്ല നമ്മൾ കാണുന്നത്, ഇതിലോ ക്രോപ്പ് ചെയ്തിരിക്കുന്നതാണ്. പേരില്ല, അത് ഞാൻ മറന്നു. അതിൻ്റെ തന്നെ വൈറ്റാണ്. അത് വൈറ്റ്, ഇത് വയലറ്റ്. നോർമലി നമ്മൾ കട്ട് ചെയ്ത് വളർത്തുന്ന പ്ലാന്റാണ്.
അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുകയാണ്. വാട്ടർഫോളായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ നമ്മുടെ സ്വന്തം ജമന്തി, മഞ്ഞ ജമന്തി. നല്ല മണം, അത്രയില്ല. നമ്മുടെ ഡാലിയാസ് ആണ് ഉണ്ട്, പല കളറിലുള്ള ഡാലിയ. ചെറിയ ചെറിയ പൂക്കളാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. ഇത് ബൊഗൻവില്ലയുടെ ഒരു ഏരിയ ആണ്, പക്ഷേ ഇതെനിക്ക് നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിന്നതായിരിക്കും. ഇവിടുത്തെ ഈ മിസ്റ്റ് കാരണം ഇതിൻ്റെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പോൾ 3rd ഡേ ആയില്ലേ, അപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഷോർട്ട് പൂവെല്ലാം തന്നെ കൊഴിഞ്ഞു കിടക്കും. നല്ല ഫ്ലവറായിട്ട് കൊണ്ട് വെച്ചതായിരിക്കും. വെള്ളത്തിൻ്റെ ഒരു മിസ്റ്റ് നോക്ക്, അതൊന്ന് കാണിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഏത് ചൂടാണേലും ഇവിടെ വന്ന് കാണാം. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ചൂടല്ലേ വെളിയിൽ, അത് കാരണം ബൊഗൻവില്ലയ്ക്ക് അതൊരു ചെറിയ പണി കിട്ടും. തോണിയുടെ ഷേപ്പിൽ ചെയ്തിരിക്കുകയല്ലേ. ഇതാണ് എൻ്റെ സ്വന്തം ഏരിയ, ബോൺസായി. ഫൈക്കസ് നോക്ക്, ബോൺസായി സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്ത് നല്ല വലിയൊരു പ്ലാന്റ്. ഇത് ഫോർ സെയിലിനാന്ന് തോന്നുന്നു. അവരവിടെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 6500 ആണെന്ന് തോന്നുന്നു ഇതിന് റേറ്റ് എഴുതിയിരിക്കുന്നത്. 6500 ഒക്കെ നല്ല റേറ്റ്, കുറഞ്ഞ റേറ്റാണ് ഇത് കിട്ടാനായിട്ട്. വെള്ളം കൊണ്ട് മാഞ്ഞാണോന്നറിയില്ല, അത്രയാന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത് അല്ലേ. ഫൈക്കസ് ആണ്, വെറൈറ്റി ഫൈക്കസ്. അത് കണ്ടോ, ബൊഗൻവില്ല, ഇത് ബോൺസായി ഒക്കെ അതിൻ്റെ ഷേപ്പുകൾ കണ്ടോ. ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ വീട്ടിലും പോയിട്ട് ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുക. ആ പ്ലാന്റ് ഒക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ സെറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കില്ല. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. അത് ഏതാണെന്നറിയില്ല. ഇതിൽ ഫ്ലവറും കാണുന്നുണ്ട്, ഉണ്ടോ, പേര് എഴുതിയിട്ടുണ്ട്. ഇതും ഫോർ സെയിലാണ്, അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഫൈക്കസിൻ്റെ ഒരു ഡിസൈൻ വെറൈറ്റിയിൽ അവർ ചെയ്തിരിക്കുന്നത്. 2 പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. ബോൺസൈസ് ഒക്കെ ഇവരുടെയാണെന്ന് തോന്നുന്നു. ഇൻഡോർ പ്ലാന്റ്, ഇമ്പോർട്ടഡ് പോട്ട്സ് ഒക്കെ ഗാർഡൻ സെൻറ്റർ. ബോൺസൈയുടെ ഒരു വെറൈറ്റിയാണ് കണ്ട, നല്ല രസമുണ്ട്. ഒരു സർക്കിൾ പിടിച്ച് ചെയ്ത്, ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈക്കസ് പ്ലാന്റ് അതുണ്ട്, ഫൈക്കസിൻ്റെ വെറൈറ്റി. ബോൺസായി മാത്രമായിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ഇത് ഫൈക്കസ് പ്ലാന്റ് ആണ് കേട്ടോ. ലൈനായിട്ട് കെട്ടി അറേഞ്ച് ചെയ്ത് ഓരോ സ്റ്റേജിലും അവർ കെട്ടി ട്യൂൺ ചെയ്ത് ഇങ്ങനെ ആക്കണതാണ്. ബോൺസായി ലൈവ് പ്ലാന്റ് ആണിത്. ഇപ്പോൾ ഫൈക്കസ് കൊണ്ട് ചെയ്യാൻ പറ്റും. ടൈപ്പ് ഓഫ് ഫൈക്കസ്, അത് വേറെ ടൈപ്പ്.